ജെർമിയ പ്രവാചകന്റെ പുസ്തകത്തിനുള്ള വായന 28 അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ജെർമിയ പ്രവാചകൻ മുൻകൂട്ടി പ്രവചിച്ചു, ബാബിലോൺകാരുടെ അടിമകളാകും ഇസ്രായേൽ ജനത. അങ്ങനെ അടിമകളായി കഴിയുന്ന കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ ജെർമിയ പ്രവാചകനോട് യാഹ്വേ ആവശ്യപ്പെടുകയാണ്, തടി കൊണ്ടുള്ള ഒരു നുകമുണ്ടാക്കി നിന്റെ കഴുത്തിൽ വയ്ക്കുക എന്ന് ഹനനിയ വന്ന് പറയുകയാണ്. അദ്ദേഹം യഥാർത്ഥത്തിലുള്ള പ്രവാചകനല്ല. ആ നുകം, തടി കൊണ്ടുള്ള നുകം എടുത്ത് ഒടിച്ചു കളഞ്ഞു. അപ്പോൾ ജെർമിയ പ്രവാചകൻ വീണ്ടും ചെയ്യുന്നത്, ഇരുമ്പ് കൊണ്ടുള്ള ഒരു നുകമുണ്ടാക്കി ജെർമിയ പ്രവാചകന്റെ കഴുത്തിൽ വച്ചു. ഈ അവസരത്തിൽ ഹനനിയ വന്നിട്ട് പറയുകയാണ്, ഇവരുടെ അടിമത്വം ഞാൻ എടുത്തു മാറ്റും, ജെറൂസലേം ദേവാലയത്തിൽ നിന്നും കൊണ്ടുപോയിട്ടുള്ള എല്ലാ ഉപകരണങ്ങളും തിരിച്ചു കൊണ്ടുവരും എന്ന് പറഞ്ഞ് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. എന്നാൽ യഥാർത്ഥത്തിൽ പറഞ്ഞതൊന്നും സംഭവിക്കുന്നില്ല. ഹനനിയ അടിമത്വത്തിൽ വെച്ച് തന്നെ മരിക്കുന്നു. വളരെ ശക്തമായ വചനങ്ങൾ ഉൾക്കൊള്ളുന്ന 28 അധ്യായം ശ്രദ്ധാപൂർവം നമുക്ക് ശ്രവിക്കാം. ജെർമിയായും ഹനനിയായും ആ വർഷം തന്നെ യൂദാ രാജാവായ സെദക്കിയ ഭരണം തുടങ്ങി. 4-ാം വർഷം 5-ാം മാസം അസൂറിന്റെ പുത്രനും ഗിബിയോണിലെ പ്രവാചകനുമായ ഹനനിയ ദേവാലയത്തിൽ വെച്ച് പുരോഹിതന്മാരുടെയും ജനത്തിന്റെയും സാന്നിധ്യത്തിൽ എന്നോട് പറഞ്ഞു, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർത്തുകളയും. ബാബിലോൺ രാജാവ് നെബൂഖദ്നേസർ ദേവാലയത്തിൽ നിന്നും ബാബിലോണിലേക്ക് എടുത്തുകൊണ്ടുപോയ എല്ലാ ഉപകരണങ്ങളും 2 വർഷത്തിനകം ഞാൻ തിരികെ കൊണ്ടുവരും. യൂദാ രാജാവായ ഹോയാക്കാമിന്റെ പുത്രനായ യാക്കോണിന്റെയും ബാബിലോണിലേക്ക് കൊണ്ടുപോയ യൂദായിലെ എല്ലാ തടവുകാരെയും ഞാൻ ഇവിടേക്ക് തിരികെ കൊണ്ടുവരും. ഞാൻ ബാബിലോൺ രാജാവിന്റെ നുകം തകർക്കും, കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ ജെർമിയ പ്രവാചകൻ പുരോഹിതന്മാരുടെയും ദേവാലയത്തിൽ കൂടിയിരുന്ന ജനത്തിന്റെയും മുമ്പാകെ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, അങ്ങനെ സംഭവിക്കട്ടെ. ദേവാലയത്തിലെ ഉപകരണങ്ങളെയും സകല അടിമകളെയും ബാബിലോണിൽ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവരും എന്നുള്ള നിന്റെ പ്രവചനം കർത്താവ് നിറവേറ്റട്ടെ. എന്നാൽ ഞാൻ ഇപ്പോൾ നിന്നോടും ജനത്തോടും പറയുന്ന ഈ വചനം ശ്രവിക്കുക. എനിക്കും നിനക്കും മുൻപേ പണ്ട് മുതലേ ഉണ്ടായിരുന്ന പ്രവാചകന്മാർ അനേകം ദേശങ്ങൾക്കും പ്രബല രാഷ്ട്രങ്ങൾക്കും എതിരായി യുദ്ധവും ക്ഷാമവും പകർച്ചവ്യാധിയും ഉണ്ടാകും എന്ന് പ്രവചിച്ചു. സമാധാനം പ്രവചിക്കുന്ന പ്രവാചകൻ യഥാർത്ഥത്തിൽ കർത്താവിനാൽ അയക്കപ്പെടുന്നവനാണെന്ന് തെളിയുന്നതിന് അവൻ പ്രവചിച്ച കാര്യം സംഭവിക്കുമ്പോഴാണ്. അപ്പോൾ ഹനനിയ പ്രവാചകൻ ജെർമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞിട്ട് ജനത്തോട് പറഞ്ഞു, കർത്താവ് അരുളി ചെയ്യുന്നു, ഇങ്ങനെ തന്നെ ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിന്റെ നുകം എല്ലാ ജനതകളുടെയും കഴുത്തിൽ നിന്ന് 2 വത്സരത്തിനകം ഞാൻ ഒടിച്ചു കളയും. അപ്പോൾ ജെർമിയ പ്രവാചകൻ അവിടം വിട്ടുപോയി. ജെർമിയ പ്രവാചകന്റെ കഴുത്തിൽ നിന്ന് ഹനനിയ പ്രവാചകന്റെ നുകം ഒടിച്ചു കളഞ്ഞതിനു ശേഷം ജെർമിയയ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി, ഹനനിയയോട് ചെന്ന് പറയുക, കർത്താവ് അരുളി ചെയ്യുന്നു, നീ മരം കൊണ്ടുള്ള നുകം ഒടിച്ചു കളഞ്ഞു, പകരം ഞാൻ ഇരുമ്പ് കൊണ്ടുള്ള നുകമുണ്ടാക്കും. ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവായ നെബൂഖദ്നേസറിനെ സേവിക്കുന്നതിന് അടിമത്തിൽ നിന്നും ഇരുമ്പ് നുകം സകല ജനതകളുടെയും കഴുത്തിൽ വെച്ചിരിക്കുന്നു. അവർ അവനെ സേവിക്കും. വയലിലെ മൃഗങ്ങളെ പോലും ഞാൻ അവന് കൊടുത്തിരിക്കുന്നു. അനന്തരം ജെർമിയ പ്രവാചകൻ ഹനനിയ പ്രവാചകനോട് പറഞ്ഞു, ഹനനിയ ശ്രദ്ധിക്കുക, കർത്താവ് നിന്നെ അയച്ചതല്ല, വ്യർത്ഥമായ പ്രത്യാശ നീ ജനത്തിന് നൽകി. അതുകൊണ്ട് കർത്താവ് അരുളി ചെയ്യുന്നു, നിന്നെ ഞാൻ
ഭൂമുഖത്തു നിന്ന് നീക്കിക്കളയും. ഈ വർഷം തന്നെ നീ മരിക്കും. എന്തെന്നാൽ നീ ദൈവമായ കർത്താവിനെ ധിക്കരിക്കാൻ പ്രേരണ നൽകി. ആ വർഷം 7-ാം മാസം ഹനനീയ പ്രവാചകൻ മരിച്ചു. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, അങ്ങയുടെ വചനം എത്രയോ കൃത്യമായിട്ടാണ് ജെറമിയ പ്രവാചകൻ അരുളി ചെയ്യുന്നത്. ജനം കേട്ടത് വ്യാജ പ്രവാചകനെയാണല്ലോ. ജെറമിയായുടെ കഴുത്തിലുണ്ടായിരുന്ന ആ തടി കൊണ്ടുള്ള നുകമെടുത്ത് ഒടിച്ചു കളഞ്ഞല്ലോ ഹനനിയ. സത്യത്തിന്റെ വചനം മനസ്സിലാക്കാനും സത്യത്തെ നിലനിൽക്കാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. ദൈവത്തിന്റെ അരുളപ്പാട് മനസ്സിലാക്കി ജീവിക്കാൻ ഞങ്ങളെ ഇട നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവമേ നന്ദി, ദൈവമേ ആരാധന, ദൈവമേ സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി. സ്നേഹമുള്ളവരെ, നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം. എൻ്റെ പേര് സണ്ണി പുൽപ്പറമ്പിൽ.